ഞാൻ ഈ വിറകടുപ്പ് ഉപയോഗിക്കുന്ന വ്ളോഗ് ഇടുമ്പോൾ പലരും ചോദിക്കാറുള്ളതാണ്, ചേച്ചി ഇത് എങ്ങനെയാണ്, നല്ലതാണോ, വീട് മുഴുവൻ പുകയാകത്തില്ലേ, ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണെന്ന് പലരും കമന്റ് ഇടാറുണ്ട്. ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ അടുപ്പ് കത്തിക്കുന്നതിൽ ഡിപ്പെൻഡ് ആണത്. എനിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വ്ളോഗിലും ഈ കാര്യം ഉൾപ്പെടുത്തുന്നത്. കാരണം എല്ലാ വ്ളോഗും എല്ലാവരും കാണണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ പുതിയ നമ്മുടെ കൂട്ടുകാർ വന്ന് ആ വ്ളോഗായിരിക്കും കാണുന്നത്. അപ്പോൾ അവർക്ക് സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ അടുപ്പ് കത്തിക്കുന്ന വീഡിയോയിൽ എല്ലാ വ്ളോഗിലും ഇതും ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് അത് കത്തിക്കുന്നതിൽ ഡിപ്പെൻഡ് ആണ്. അതിന്റെ നടുക്കത്തെ അടുപ്പുണ്ടല്ലോ, അതിൽ കൂടി വേണമെങ്കിലും നമുക്ക് ഒരു പേപ്പർ കത്തിച്ചിട്ട് എയർ കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പുറകിലത്തെ ഇതിന്റെ അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടോട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ പേപ്പർ കത്തിച്ചിട്ട് എയർ കളയാം. ഇതിന്റെ എയർ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കത്തിച്ചാലും മുറി മുഴുവൻ പുകയാകും. കാരണം എനിക്കിത് അറിയില്ലായിരുന്നു. ഞങ്ങള് ബോംബെയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഈ അടുപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്ത് അബദ്ധമാണ് ഇത് പറ്റിയത്, ഒരു ചിമ്മിനി വെക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഈ അടുപ്പ് വേണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു സംഭവം അറിയില്ലായിരുന്നു. ഈവൻ ഈ പുറകിലുള്ള അടപ്പ് പോലും ഇല്ലായിരുന്നു. എൻ്റെ വ്ളോഗ് കണ്ടതിന് ശേഷം നിങ്ങളിൽ പലരും പറഞ്ഞു തന്നാണ് അറിവ് കിട്ടിയത്. അങ്ങനെ അടപ്പ് മേടിക്കാൻ കിട്ടും, അങ്ങനെയാണ് അടപ്പൊക്കെ മേടിച്ചിട്ടത്. ഇതുപോലെ പുക പോണം, കണ്ടോ ആ മേളിൽ കൂടെ പോന്നെ. അതുപോലെ പോയെങ്കിൽ മാത്രമേ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മുടെ പെരയ്ക്കകത്ത് പുകയില്ലാതെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് അടുപ്പ് കത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി ഇതുവരെ ഈ അടുപ്പ് ഇതുപോലെ യൂസ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈ പുറകിലത് തുറന്ന് കത്തിച്ച് ഒന്ന് രണ്ട് ആ പുക എപ്പോൾ പോന്നോ അതുവരെ പേപ്പർ കത്തിച്ചിടണം. അതിനുശേഷം അടുപ്പ് കത്തിച്ചാൽ നമുക്ക് നമ്മുടെ ആ നടുക്കത്തെ അടുപ്പുണ്ടല്ലോ, അതിൽ കൂടെ നമ്മൾ ആ അടുപ്പിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഈ നടുക്കത്തെ അടുപ്പിൽ കൂടെ തീ പോകണം. ഇതാ ഇപ്പൊ തീ പോകുന്നില്ല, അതാണ് ആ സൈഡിൽ കൂടെ ഒക്കെ പുക വരുന്നത്. കണ്ടോ, നന്നായിട്ട് തീ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുക മുഴുവൻ പെരയ്ക്കകത്താകും, നമ്മുടെ മുറിക്കകത്താകും. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, നമ്മൾ കത്തിച്ച് കറക്റ്റായിട്ട് കത്തി വന്നപ്പോൾ നടുക്കത്തെ അടുപ്പിൽ കൂടെ തീ പോന്ന കണ്ടോ. അങ്ങനെ പോകണം, അതാണ് കറക്റ്റ്. എന്നിട്ട് ആ ലാസ്റ്റിന്റെ ആ ഒരു ഓട്ടയുണ്ടല്ലോ, അതിനകത്ത് നടുക്ക് ഇടാനൊരു സാധനമുണ്ട്, ആ അറ്റത്ത് കിടക്കുന്നത് ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ മറ്റേ ലാസ്റ്റ് അടുപ്പ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ഇട്ടേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെയും പുക പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കണ്ടോ നന്നായിട്ട് എയർ പോകുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ആ നടുക്കത്തെ അടുപ്പിൽ കൂടി പുക പോകുന്നത്. അതിനുശേഷം മുറ്റത്ത് പോയി ആ പൈപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് അതിൽ കൂടെ പുക പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഈ അടുപ്പ് കത്തിക്കാനുള്ള ഒരു മെത്തേഡ്. പലർക്കും ഇപ്പോഴും അറിയില്ല ഈ സംഭവം കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു. ഞാനൊരു വ്ളോഗിൽ തന്നെ നിങ്ങളടുത്ത് ചോദിച്ചതാണ്, ഇത് എങ്ങനെയാണ് കത്തിക്കുന്നത്, അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേന്ന്. കുറേ പേര് കുറേ അഡ്വൈസ് തന്നിരുന്നു, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കത്തിച്ചു തുടങ്ങിയത് കേട്ടോ. അതിൽ പിന്നാണ് എൻ്റെ അടുപ്പ് ശരിയായത്. അത് ആ വീഡിയോ കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്, ഞങ്ങളും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു, ഇത് കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്, ഇപ്പോൾ ഞങ്ങളും അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനി തൊട്ട് അടുപ്പ് യൂസ് ചെയ്തോ. നല്ല അടുപ്പാണ്. പ്രത്യേകിച്ച് ഈ അടുപ്പെന്ന് പറയുന്നത് ചൂട് നിൽക്കുന്നതാണ്. പെട്ടെന്ന് അത് ഒന്ന് നന്നായിട്ട് കത്തി പിടിച്ച് കഴിഞ്ഞാൽ ആ ചൂട് നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാലും രാത്രി വരെയും ആ അടുപ്പിന് നല്ല ചൂടായിരിക്കും. അപ്പൊ ഇത് യൂസ് ചെയ്തവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഞ്ഞി വെക്കുമ്പോൾ എപ്പോഴും കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ആദ്യം വെക്കുന്ന വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുടിക്കാൻ വേണ്ടി അതങ്ങ് മാറ്റും. അന്നത്തെ ദിവസം പിന്നെ ഗ്യാസ് അടുപ്പിൽ നമുക്ക് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഇതിന് ഓരോ പാത്രം വെള്ളമാണ് ഞങ്ങളുടെ കണക്ക്. ചിലപ്പം രാത്രിയിൽ വീണ്ടും തിളപ്പിച്ചിടും കേട്ടോ, കാരണം പിറ്റേന്ന് രാവിലത്തേക്ക്. അപ്പോൾ അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കാനായിട്ട് വെക്കും. തിളച്ച ശേഷമാണ് അരിയിടുന്നത്. ഇത് എന്നത്തെയും പോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു ദിവസത്തെ അല്ല 2 ദിവസത്തെ വ്ളോഗാണെന്ന്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്തൊക്കെ പാചകം ചെയ്താലും അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ആരോഗ്യത്തിന് എങ്ങനെയാണോ നല്ലതായ രീതിയിൽ ഞാനത് മാറ്റിയെടുക്കാറുണ്ട്. പല കാര്യങ്ങളും ഓതന്റിക് റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക് അയ്യേ ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. ഇത് രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും അമ്മാമ്മ കൊണ്ടു തന്നതാണ് കേട്ടോ. ചീരയും കുറച്ച് കറിവേപ്പിലയും, നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ അതിന് ശേഷം അച്ചാറിട്ടത് ആ കറിവേപ്പിലയിലായിരുന്നു, നല്ല നാടൻ കറിവേപ്പില. അപ്പോൾ ഇതിന്റെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സൈഡിലെ ആ ഇതുണ്ടല്ലോ,
ഇത് നമ്മൾ കായൊക്കെ തോരൻ വെക്കുമ്പോൾ ഈ ഈ എന്താണ് പറയുന്നത്, ഇങ്ങനെ ചെത്തി കളയത്തില്ലേ, അങ്ങനെ അതിൻ്റെ ആ തണ്ടിൻ്റെ ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം അതിനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. നമുക്ക് എത്ര വേണോ അത്രയും എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ കാണുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുക അയ്യേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി ഞാൻ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉപ്പുമാവിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപ്പുമാവിൻ്റെ നമുക്ക് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത്, ജിമ്മിന് പോയ സമയത്ത് അവിടുത്തെ എൻ്റെ ന്യൂട്രീഷൻ പുള്ളിക്കാരി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ആരോഗ്യത്തിന് ഏതാണോ നല്ലത് ആ രീതിയിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വായ്ക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് പുള്ളിക്കാരി തരുന്ന ഒരു അഡ്വൈസ് ആയിരുന്നു. അതിൽ പിന്നെ ഞാൻ ചേർക്കാൻ പറ്റുന്നതിനകത്തൊക്കെ ഇതുപോലെ ഇലവർഗ്ഗങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ സാലഡിനകത്ത് ഇതുപോലെ ഇലവർഗ്ഗങ്ങൾ ഇടും, അല്ലെന്നുണ്ടെങ്കിൽ പയറ് പുഴുങ്ങിയത്, എന്തൊക്കെ ബോയിൽ ചെയ്തിടാമോ അതൊക്കെ കപ്പലണ്ടി ബോയിൽ ചെയ്തിടും. ഇങ്ങനെയൊക്കെ ഇട്ട് സാലഡ് ഉണ്ടാക്കുമായിരുന്നു. അതും അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചിക്കൻ്റെ, ഇപ്പോഴത്തെ ചിക്കൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഹോർമോൺ കുത്തിവെച്ച് വരുന്നതാണ്, നാടൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും ചിക്കൻ പ്രോട്ടീനാണ്. അധികമില്ല, ഒന്നോ രണ്ടോ പീസ് ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് സാലഡിനകത്ത് പിച്ചിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ ഉപ്പുമാവിനകത്താണെങ്കിലും ഒരു പീസെങ്കിലും പിച്ചിയിട്ട്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അതായത് ടേസ്റ്റ് വ്യത്യാസം വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള എന്താണ് ചടുക്ക് പുടുക്ക് റെസിപ്പികൾ ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ചിലതൊന്നും ജോസന് അത്ര തൃപ്തി വരില്ല, എങ്കിലും അവരുടെയും കൂടെ ആരോഗ്യത്തെ നോക്കിയാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം അത് പുറമേ കാണുമ്പോൾ അയ്യെന്ന് തോന്നുമെങ്കിൽ അത് എത്രത്തോളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് അത് കഴിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ വായ്ക്ക് രുചി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ആരോഗ്യം കൂടെ നോക്കി വേണം എപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നിനായിട്ട് അത് കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിൻ്റെ കൂടെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുവാണ് ഈ പൊന്നാങ്കണ്ണി ചീര. കുറച്ച് പൊന്നാങ്കണ്ണി ചീര ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തിനേലും എടുക്കാറുണ്ട് കേട്ടോ. ഒരിലയായാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പം മുട്ട പൊരിക്കുന്നതിനകത്ത് ഇടാൻ വേണ്ടിയാണ്. മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ചീര ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലെ പൊന്നാങ്കണ്ണി ചീര, അല്ലെങ്കിൽ മുരിങ്ങയില, ഇതൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൊന്നാങ്കണ്ണി ചീര എടുത്തിരാം. ചായ മനസ്സ് എടുക്കാറായി, ഒരു തോരനുള്ളതായി. ആ തേങ്ങയുടെ മണ്ട വേണേ അത് ആ ചാക്ക് നനച്ചിടി ചോദിച്ചാ ചണച്ചാക്ക ഇടുന്നത് സാധാരണ വെള്ളം പിടിച്ചു കിടക്കും. എന്നും ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ ശേഷം ജോസൻ പപ്പായയുടെ മൂട്ടിൽ പോയി നോക്കും, പഴുക്കാറായതോ പഴുത്തതോ എങ്ങാണോ ഉണ്ടെന്ന്. എൻ്റെയും ജോലി ഇതാണ് കേട്ടോ. ഒറ്റയൊരെണ്ണവും വേസ്റ്റ് ആക്കത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കുത്തിയിട്ടിട്ട് ഞാൻ തന്നെ ഒറ്റ കൈ കൊണ്ട് പിടിക്കാറുണ്ട് കേട്ടോ. ആ ഒരു കോൺഫിഡൻസിൽ പോയി നിന്നതാണ്, കുത്തിയിട്ടു ഞാൻ പിടിച്ചോളാമെന്ന്. പക്ഷെ അത് കിട്ടിയില്ല. അതതിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പായൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. എപ്പോഴും പറയുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് ആരും വേസ്റ്റ് ആക്കരുത് കേട്ടോ. പപ്പായ പഴുത്തതായാലും പച്ചയായാലും ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വിഷമടിക്കാത്തത് നമ്മുടെ പറമ്പിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത്? വെറുതെ വിഷം പിടിച്ച പച്ചക്കറിയൊക്കെ എന്ന് വെച്ച് മേടിക്കുന്നില്ല എന്നല്ല, മേടിക്കേണ്ട സാഹചര്യം വന്നാൽ മേടിച്ചേ പറ്റത്തുള്ളൂ. എന്നും ജോസാൻ്റെ ജോലി ഉച്ചയ്ക്ക് ഉണ്ടേച്ച് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എന്നും വന്ന് ഓമയുടെ എല്ലാത്തിൻ്റെ മൂട്ടി പോയി നോക്കും. ഞാൻ പറഞ്ഞ കുത്തിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ അണ്ണാൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അണ്ണാനും കിളിയൊക്കെ പോയെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ അരിയുള്ള കേട്ടോ. അപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ അതങ്ങനെ നിൽക്കുന്ന കണ്ടു, അങ്ങനെ കുത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് മുട്ട പൊരിക്കാനായിട്ടാണ്. അതിനകത്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ പൊന്നാങ്കണ്ണി ചീര എടുത്തിട്ടുണ്ട്. അതിനകത്തും ഞാൻ മുട്ട പൊരിക്കുമ്പോഴും എന്തൊക്കെ വെജിറ്റബിൾസ് ഇടാമോ അതൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറേ വെജിറ്റബിൾസും ഇതുപോലെ ഇല ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും, ഒരു 1-2 ടേബിൾ സ്പൂൺ ഓട്സ്
ചിലപ്പം കുതിർത്തിട്ട് ഡയറക്റ്റ് മുട്ടയും എല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്ത് മുട്ട പൊരിക്കുന്ന കണക്ക് പൊരിച്ചെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടായിരിക്കും. അതൊക്കെ ഒരു മൂഡിൽ ഡിപ്പെൻഡാണ് കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ്, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ബാക്കിയുള്ള നമ്മുടെ മുട്ടയുടെ എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട്. അതായത് പച്ചമുളക്, സവോള, മുട്ടയിട്ടു, ഇലയിട്ടു, ക്യാരറ്റ് ഇട്ടു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണേലും ഇടാം കേട്ടോ. എനിക്ക് ബട്ടർ ചേർത്ത് ഇത് പൊരിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, മുട്ട പൊരിക്കുന്നത്. പക്ഷേ ജോസാന് ഒട്ടും ഇഷ്ടമല്ല. ചിലർ ഇതിനകത്ത് ചീസ് ഇടാറുണ്ട്. ഞാൻ ചീസ് ഇടാറില്ല, അതിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ ബട്ടർ എനിക്കിഷ്ടമാണ്. ഇപ്പം ബ്രെഡ് ആണെങ്കിലും ഒന്ന് ചൂടാക്കി, നമ്മൾ ചൂടാക്കിയിട്ടാണല്ലോ ബ്രെഡ് കഴിക്കാനാണെങ്കിലും എടുക്കുന്നത്. അപ്പോൾ അതും ബട്ടർ ഇട്ടൊന്ന് ചൂടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും ജോസാന് ഇഷ്ടമില്ല. ബട്ടറും ഇഷ്ടമല്ല, ചീസും ഇഷ്ടമല്ല. നേരത്തെയൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ബട്ടറും ചീസും ഒക്കെ. ഇപ്പോൾ ഒന്നും മേടിക്കാറേ ഇല്ല. ഇപ്പോഴാണ് ഓർത്തത് ഇനിയിപ്പോൾ ഇത്തിരി മേടിക്കണം. എനിക്കിഷ്ടമാണ്. അതിന് സാൻഡ്വിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കും, ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്കായിരിക്കും. മയണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് സ്റ്റോക്ക് കാണും. എന്നിട്ട് എല്ലാം കൂടെ എപ്പോഴാണോ മൂഡ് വരുന്നത് അപ്പോൾ ആ വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി ബട്ടർ കൂടെ ഒക്കെ ഇട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേർക്ക് ഞാൻ രണ്ടായിട്ടാണ് പൊരിച്ചെടുത്തത് കേട്ടോ. ഒരെണ്ണം ആക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കണ്ടല്ലോ. അപ്പം രണ്ടായിട്ട് എടുക്കുമ്പോൾ കാണാനും ഒരു ലുക്കുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും രണ്ടായിട്ട് എടുത്തു. എൻ്റെതിനകത്ത് ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. കാരണം ജോസാൻ അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെതിനകത്ത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് റവയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. ഇതിപ്പോൾ 3 ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും ആയി കേട്ടോ അടച്ചു വെച്ചിട്ടോ. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം അതിന് ശേഷമാണല്ലോ ചെയ്തത്. അപ്പോൾ ആ ചൂട് വെള്ളത്തിൻ്റെ ആവിയിലിരുന്ന് ഈ റവ വെന്തോളും. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ റവ ഇട്ടിളക്കിയ ശേഷം തീ ഇടേണ്ട ആവശ്യമില്ല. ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട്. എന്താണ്, പൊടിയായിട്ട് കിടക്കുന്ന ഉപ്പുമാവല്ല, ഇത്തിരി ഒരു കുഴഞ്ഞുള്ള പരുവത്തിൽ. ഞാൻ ഇങ്ങനെയുള്ള ഉപ്പുമാവ് ആദ്യം കാണുന്നത് നോർത്തിൽ ചെന്നിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉപ്പുമാവ് എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്ന പൊടിയായിട്ട് ഒന്നിലൊന്നേ തൊടാതെ കിടക്കുന്ന ആ ടൈപ്പാണ്. അപ്പം അതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടൈപ്പ് ഉപ്പുമാവാണ്. അപ്പം ജോസാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ എനിക്ക് മാങ്ങാച്ചാറിന് മാങ്ങ വേണമായിരുന്നു. സാധാരണ അടുത്തുള്ള വീടുകളിൽ നിന്നായിരുന്നു എടുക്കുന്നത്. അപ്പോൾ അവിടെ വലിയ മരമാണ്, നമ്മുടെ നാടൻ മരമല്ലേ. അപ്പോൾ അതിൻ്റെ മണ്ടേ കയറി പറിക്കാൻ പറ്റാത്തത് കൊണ്ട്, മാങ്ങയുണ്ട് പക്ഷെ കയറി പറിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് പുറത്തുനിന്ന് മേടിച്ചതാണ്. വെളുത്തുള്ളി ഒരു സമയത്ത് 500-ഉം 600-ഉം വരെയൊക്കെ വില എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഉള്ളി അങ്ങോട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ആ ഒരു ഇത് നിറഞ്ഞിട്ട് അടുത്തത് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കമ്പോസ്റ്റ്. സാധാരണ ഫുള്ളായി കഴിഞ്ഞിട്ടൊരു 1 മാസമാണ് പറയുന്നത് ഫുൾ കമ്പോസ്റ്റ് ആവാൻ. പക്ഷേ നന്നായിട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതുപോലുള്ള പുഴുക്കൾ വരണം. കാണുമ്പോൾ അയ്യേന്ന് ചിന്തിക്കേണ്ട, പുഴുവിനെ കണ്ടിട്ട് എടുത്ത് കളയുകയരുത്. ഇങ്ങനെയുള്ള പുഴുക്കൾ വേണം അതിനകത്ത്. അതാണ് നമ്മുടെ ഇതിനെ കമ്പോസ്റ്റ് ആകുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിരുന്നു, നോൺ വെജ് ഇടാറുണ്ടോ, മീനും ഒക്കെ ഇടാറുണ്ടോ? ഇടാം. നമുക്ക് മീനിൻ്റെ അവശിഷ്ടങ്ങൾ, പച്ചമീൻ, മീൻ വെട്ടിയ ശേഷമുള്ള അവശിഷ്ടങ്ങളൊക്കെ ഇടാം. പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ. കാരണം എനിക്ക് അങ്ങോട്ട് ഓവർ കോൺഫിഡൻസ് ഇല്ല എത്രത്തോളം സ്മെല്ലില്ലാതിരിക്കും എന്നൊക്കെ. അത് മാത്രമല്ല, ഞാനിത് മുറ്റത്തല്ല വെച്ചേക്കുന്നത്, സ്റ്റോറിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് മുറ്റത്ത് പട്ടിശല്യവും പൂച്ചശല്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് പുറത്ത് വെച്ചാൽ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പലതും പലയിടത്തായിട്ട് കിടക്കുന്നത് കാണാം. അത്രയ്ക്കാണ് പട്ടിശല്യവും പൂച്ചശല്യവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റോറിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സ്മെല്ലാകട്ടെ, ഉറുമ്പാവട്ടെ, ഈച്ചയാവട്ടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ ഈ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ വേസ്റ്റ് ഇട്ട ശേഷം ചകിരിച്ചോറ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതിനു വേണ്ടിയാണ്, സ്മെല്ലില്ലാതിരിക്കാനും കുഴഞ്ഞ് ലിക്വിഡ് പരുവത്തിലാവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ചകിരിച്ചോറ് ചേർക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഉള്ളത് ഞാൻ ഇങ്ങനെ വേസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ പച്ച ഇലകൾ ഇടാറുണ്ട്,
ഇതുപോലെ നാരങ്ങാത്തോടൊക്കെ സാധാരണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനകത്ത് നാരങ്ങാത്തോട് ഓറഞ്ച് തൊലിയൊന്നും ഇടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ ഇതിനകത്ത് അതൊക്കെ ഇടാറുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഓറഞ്ചിൻ്റെ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ചെറുതായിട്ട് ആ ഓറഞ്ചിൻ്റെ ആ ഒരു രൂക്ഷ ഗന്ധം പോലെ വന്നേ പിന്നെ ഞാനങ്ങനെ കൂടുതൽ ഓറഞ്ചിൻ്റെ ഇടാറില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയ വ്ളോഗ് കാണിച്ചില്ലായിരുന്നു. അന്നേരം ഈ ചങ്ങലമ്പരണ്ട കൊണ്ടുവന്നായിരുന്നു. അത് അതുപോലെ മണ്ണിനകത്തൊന്ന് കുത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് നട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ചെറിയ ചെറിയ തണ്ടുകളാക്കി ആ ചെമ്പരത്തിക്കകത്ത് പടർന്നു പോകാൻ പരുവത്തിന് അങ്ങോട്ടൊന്ന് നട്ടു വെച്ചതാണ്. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ കമ്പോസ്റ്റിൻ്റെത് കമ്പോസ്റ്റ് ആയത് കാണിച്ചില്ലായിരുന്നു. അടിഭാഗത്തു നിന്നായി വരുന്നതേ ഉള്ളൂ. നമുക്ക് പക്ഷേ അത് യൂസ് ചെയ്യാം. മൊത്തം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അടിഭാഗത്തു നിന്ന് എടുത്ത് യൂസ് ചെയ്യാം. ഞാനങ്ങനെ അതുപോലെ എൻ്റെ മുളക് തൈകൾക്കെല്ലാം കുറേശ്ശെ ഇട്ട് മൂട്ടിലിട്ടിട്ട് മണ്ണൊന്ന് യോജിപ്പിച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഇതിട്ട ശേഷം നന്നായിട്ട് തഴച്ചു വളർന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പറമ്പിൽ വെറുതെ കളയുന്ന വേസ്റ്റ് നമുക്ക് വളമാക്കി എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമല്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വളക്കടയിൽ നിന്ന് പോയി വളം മേടിച്ചിടണം ഇതിനൊക്കെ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ അതിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ കമ്പോസ്റ്റ് ആയി കഴിഞ്ഞു. കാരണം ആ ഒരു ബക്കറ്റ് നിറയെ എന്തായാലും കുറേ ദിവസങ്ങൾ വേണമല്ലോ. ഞാൻ കുറേ വേസ്റ്റുകൾ ശേഖരിച്ച് വെച്ചത് കൊണ്ടാണ് ആ ഒരു ബക്കറ്റ് പെട്ടെന്ന് വളർന്നു വന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്തുള്ളതാണെങ്കിലും നല്ലതുപോലെ വളർന്നു വന്നു അത് ഇട്ടതിന് ശേഷം. ഇതെല്ലാം എൻ്റെ പച്ചമുളക് തൈകളാണ് കേട്ടോ. ഇതിനകത്ത് കാന്താരിയുണ്ട്, ഉണ്ടമുളകുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഇനി പിടിച്ച് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ഇപ്പം ഇത് നന്നായിട്ട് വളർന്നു വന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അത് ചെറുതായിട്ടൊന്ന് കുരുടിച്ച് വരുന്നുണ്ട്. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചൊഴിക്കുന്നുണ്ട്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പോന്നെങ്കിൽ പോട്ടെ എന്നുള്ള ചിന്തയാണ് കേട്ടോ. കാരണം എത്രയൊക്കെ ഞാൻ സൂക്ഷിക്കാമോ അത്രയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യം അതിനും ഒന്ന് തോന്നണ്ടേ, പൂക്കണം കഴിക്കണം എന്നൊക്കെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് മീൻകറി വെച്ചു. മീൻ്റെ തല കുറച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ മീൻതല മാറ്റുമ്പോൾ അതിനകത്ത് ഇച്ചിരി കഷ്ണങ്ങളൂടെ, അച്ചാറിൻ്റെ കഷ്ണങ്ങളൂടെ ഇടാറുണ്ട് കേട്ടോ. അതായത് ആ തല മാത്രമാവാതെ ഒരു 3-4 കഷ്ണം കൂടി ഇട്ടാണ് എപ്പോഴും മീൻകറി വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ മേളി എലിസബത്തമ്മയുടെ ഇവിടുന്ന് പച്ചമോര് തന്നായിരുന്നു. അവിടെ പശു പ്രസവിച്ചതിൻ്റെ പച്ചമോര് തന്നായിരുന്നു. അത് ജോസാനെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാനത് മോര് കറിയാക്കാമെന്ന് വെച്ചത്. കാരണം പച്ചമോര് ഒട്ടും കൂട്ടാൻ പറ്റത്തില്ല, ചുമയാണ്. മോര് കറിയാവുമ്പോൾ കൂട്ടുമല്ലോ എന്നുള്ള ചിന്തയോടാണ്. പക്ഷെ എന്നിട്ട് ഒഴിച്ചില്ല കേട്ടോ. മോര് കറിയോട് അത്ര താല്പര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി. മോരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് മോരും അതുപോലെ തന്നെ വെള്ളവും ഇച്ചിരി ഉപ്പൂടിട്ട് കുടിക്കാറുണ്ട്. നമ്മൾ പച്ചമോര് കുടിക്കുന്ന കണക്കെ അങ്ങനെ കുടിക്കാറുണ്ട് എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോരെന്ന് പറഞ്ഞത്. ഈവൻ ചപ്പാത്തി ആണെങ്കിൽ പോലും ഈ മോരിനകത്ത് മുക്കി ഞാൻ കഴിക്കാറുണ്ട്. അതും എനിക്കിഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചിലർക്ക് ഇഷ്ടമല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജോസാന് പൊതുവേ ഒഴിക്കുന്ന കറികളിലോടൊന്നും അത്ര താല്പര്യമില്ല. തോരനോ ചമ്മന്തി ഇത്രയും ഉണ്ടെങ്കിൽ ഏറ്റവും സുഖം. ഒഴിക്കുന്ന കറികൾ ഉണ്ടാക്കിയാലും ഒരു നേരം ഉച്ചയ്ക്ക് കഴിക്കും. പിന്നെ അതിനോടൊന്നും അത്ര താല്പര്യമില്ല. ഈ പണിയായുധങ്ങളെല്ലാം ഇരിക്കേണ്ടടുത്ത് കൊണ്ടുവച്ചോണേ, അവിടെ ഇവിടെ നിരത്തിയിടാതെ. അങ്ങനെ അതെന്തിനു കൊണ്ടുവച്ചേക്കൂ? ഏതാ റൈസർ? അത് അതിന്റെ കൂടെ അവിടെ എടുത്തോണ്ട് പോയത്. ഇത് ഞാൻ അകത്ത് യൂസ് ചെയ്യുന്ന എൻ്റെ സീലിംഗ് മെഷീനാണ്. അപ്പോൾ അതിൻ്റെ ആ സീല് ചെയ്യുന്നത് ഒത്തിരി പഴകിപ്പോയി. അങ്ങനെ അതിൻ്റെ പുതിയത് ഇടുവാണ് കേട്ടോ. അപ്പം ജോസാൻ എന്ത് പണിക്ക് ഏത് സാധനങ്ങൾ എടുത്താലും ഒന്നി അവിടെ ഇട്ടേച്ച് പോവും, അല്ല എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. പിന്നെ അത് ഒതുക്കി പറക്കി വെക്കേണ്ട ജോലി എനിക്കാണ്. അതാണ് ഞാൻ അഡ്വാൻസ് പറഞ്ഞത് ഇരിക്കേണ്ടടുത്ത് കൊണ്ടുവെക്കണമെന്ന്. ചുമ്മാതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഒതുക്കി വെച്ചത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കളയിൽ ഞാൻ സ്പൂൺ ഇട്ടിരുന്ന സ്ഥലത്ത് ഇരുന്ന എൻ്റെ പപ്പടം കുത്തി ഞാൻ മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. എന്തോ പണിക്ക് എടുത്തുകൊണ്ട് പോയതാണ്. അവിടെ ഇട്ടേച്ച് പോയി. ഞാൻ 2 ദിവസത്തിന് മുമ്പേ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എൻ്റെ പപ്പടം കുത്തി കിടക്കുന്നു. ജോസാനും സെഫിനും കൂടി കടയുടെ ആ വർക്ക് ഏരിയ ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യുവാണ്. ഈ പാക്കിങ്ങിനുള്ള ഫേസ് ബോർഡും എല്ലാം അവിടെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഒരെണ്ണം എടുക്കുമ്പോൾ അത് സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് എടുക്കും, പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് ഡംപ് ചെയ്ത് വെക്കും. എന്നും അടുക്കണമെന്ന് പറയും. അങ്ങനെ 2 പേരോട് അടുക്കി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ചട്ടി നമ്മുടെ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ അത് മറ്റേ ചുമന്ന ചട്ടി ആയതുകൊണ്ട് അതുപോലെ ചെറിയ ചട്ടിയാണ്. എനിക്ക് വേണ്ടത് വലിയ ചട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ മയക്കുന്ന മടിക്കൊക്കെ അത് മാത്രമല്ല, എനിക്ക് കറുത്ത ചട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ എടുക്കാത്തത് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്.
ചെറിയ ചട്ടിയാണ്. എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ പ്രത്യേകിച്ച് തലക്കറി എന്ന് പറയുമ്പോൾ 1 കിലോ തലയുടെ കറി വെക്കുവാണെങ്കിലും വലിയ ചട്ടി വേണം. കാരണം ആ പീസുകൾ വലുതായിരിക്കുമല്ലോ അതുകൊണ്ട്. അല്ലടാ അതിന്റെ അത് ഇതാണ് ഇത് ഇവിടെ വെച്ച് ഇരുന്ന് പേടായി ഏകദേശം. എനിക്കും ഇല്ല അതിന്റെ മേളിൽ കയറ്റി വെച്ചോളെ. അതിന്റെ മേളിലൊക്കെ കയറ്റി വെച്ച ആരും കാണത്തുമില്ല, ചോദിച്ചാ എടുക്കാനും ഒക്കത്തില്ല. ഇവിടെ ആകുമ്പോ എടുത്തു കൊടുക്കുക. അതിന്റെ താഴെ ഇവിടെ ഇരുന്നോ. നാട്ടിലെ ചൂടെന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. 40, 41 കേൾക്കുന്നു. എന്തായാലും മനുഷ്യൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ചില ദിവസം രാവിലെ തൊട്ടേ നല്ല മന്ദാരമായിരിക്കും, ഇടിയൊക്കെ വെട്ടി ഇപ്പം പെയ്യുമെന്നും പറഞ്ഞിരിക്കും, പക്ഷേ പെയ്യത്തില്ല. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ദിവസം ഉച്ച കഴിഞ്ഞ് നല്ല മഴ പെയ്തു കേട്ടോ. ഭയങ്കര ഇടിയായിരുന്നു, നല്ലൊരു മഴയും പെയ്തു. പക്ഷെ ചൂടിന് കുറവില്ല. അത് ഭൂമി തണുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഴ പെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം എന്താ ദിവസം കൊറിയർ അയക്കാൻ രാവിലത്തെ പാക്കിംഗ് ഒക്കെ എല്ലാം ചെയ്തു വെച്ചു. അതിനുശേഷം കൊറിയർ അയക്കാനായിട്ട് പോവുകയാണ്. അത് പിന്നെ ഞങ്ങളുടെ നിത്യത്തൊഴിലാണല്ലോ പാക്കിംഗ്, കൊറിയർ അയപ്പ്. ഇതാണല്ലോ ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ ഇതാണല്ലോ, അച്ചാറടക്കം പാക്കിങ്. പ്രത്യേകിച്ച് ഈ ഓർഡർ തരുന്നവർക്ക് ഉള്ള എത്ര നന്ദി പറഞ്ഞാലും മതിയാലോ കേട്ടോ. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് വിദേശത്തായാലും നാട്ടിലായാലും സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന കുറേ പേരുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം ഇതുപോലെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നവരുണ്ട്. എന്നിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ഥിരമായിട്ട് മേടിക്കുന്നവരുണ്ട്. അത് എന്താ ഞങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.